ശത്രുദോഷങ്ങൾ, അതേപോലെ തന്നെ അപസ്മാര ബാധാദോഷങ്ങൾ, അതുപോലെ തന്നെ ദേഹരക്ഷയ്ക്ക് ഒക്കെ ജപിച്ച് കെട്ടാവുന്നൊരു മന്ത്രമാണ് പാതിരപ്പഞ്ചമിയുടെ മന്ത്രം. പാതിരപ്പഞ്ചമിയുടെ മന്ത്രം. അപ്പോൾ അത് ദേഹരക്ഷയ്ക്കായിട്ടോ സ്ഥലരക്ഷയ്ക്കായിട്ടോ എഴുതി കൊടുക്കുന്നവരുണ്ട്, തകിടിൽ എഴുതി കൊടുക്കുന്നവരുണ്ട്. അതേപോലെ തന്നെ ഈ നൂലിൽ ജപിച്ചിട്ട് കൊടുക്കുന്നവരുണ്ട്. അപ്പോൾ ഈ ശത്രുദോഷങ്ങളൊക്കെ ഉണ്ട് വെച്ചെങ്കിൽ അത് ഒരു 21 തവണയെങ്കിലും ജപിച്ച് നാളിരുത്തിൽ ഒഴിഞ്ഞ് അടിച്ചു കഴിഞ്ഞാൽ അതിന് കുറേ മാറ്റങ്ങളുണ്ടാകും. ശക്തമായിരിക്കുന്ന ബാധാദോഷങ്ങളാണെങ്കിൽ ചിലപ്പോൾ അതിൻ്റെ അനുസരിച്ചുള്ള കർമ്മങ്ങൾ ചെയ്യേണ്ടി വരും. വേദമന്ത്ര യൂട്യൂബ് ചാനലിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകർക്ക് സ്വാഗതം. ഞാൻ സത്യൻ മുളയംകുളത്ത്. അപ്പോൾ ഈ ശത്രുദോഷങ്ങൾ, കർമ്മതടസ്സങ്ങൾ, അതേപോലെ തന്നെ അപസ്മാരം പോലുള്ളതായ ദുരിതങ്ങൾക്കൊക്കെ ഈ മന്ത്രം ജപിച്ചിട്ട് ദേഹരക്ഷയ്ക്കായിട്ട് കൊടുക്കാറുണ്ട്. അതേപോലെ തന്നെ വെള്ളത്തിൽ ജപിച്ചിട്ട് അത് മുഖം കഴുകാനോ കുടിക്കാനൊക്കെ കൊടുക്കാറുണ്ട്. അപ്പോൾ ആ മന്ത്രം ഒന്ന് പരിചയപ്പെടാം. പാതിരപ്പഞ്ചമി 5 നിറം 6 ആധാരം 60 ജ്ഞാനങ്ങളും 96 തത്വവും 108 ആയുധവും വലത്ത കയ്യിൽ പള്ളിവാളും ഇടത്ത കയ്യിൽ പാത്രവട്ടകയും പാതിരയ്ക്ക് മതിച്ചു വരുന്ന മതയാനെ കഴുത്തറുത്ത് കല്ലും കരിമലക്കൊണ്ട് അമ്മാനാടി വരും പാതിരപ്പഞ്ചമി നിന്നെ ഞാൻ പഠിച്ച് സേവിക്കുമ്പോൾ ശ്രീ മഹാദേവന്റെ തൃക്കാലടിയിൽ കിടക്കും അപസ്മാരവും അപസ്മാര കുറുക്കയും ചാത്തൻ ചാമുണ്ണി യക്ഷിഗന്ധർവന്മാരെയും നിൻ കയ്യിലിരിക്കുന്നതായ അന്തിപള്ളിവാളാലെ വെട്ടി ശ്രീശൂലത്താല കുത്തി രക്തം ഏറാര കുടികുടി പാതിര പഞ്ചമി സ്വാഹ. അപ്പം ഇത് 5 മുഖം എന്നുള്ളത്, 5 നിറം എന്നുള്ളത്, പാതിരപ്പഞ്ചമി 5 നിറം എന്നുള്ളത് ചിലർ 5 മുഖം എന്ന് പറയുന്നുണ്ട്. അപ്പോൾ അത് ഏതായാലും ദേഹരക്ഷയ്ക്കും സ്ഥലരക്ഷയ്ക്കൊക്കെ ജപിച്ച് കൊടുക്കാൻ പറ്റുന്നതാണ്, ജപിച്ച് കെട്ടാൻ പറ്റുന്നതാണ്. ദേഹരക്ഷയ്ക്കായിട്ട് ചരടിൽ, ചുവന്ന ചരടിൽ അല്ലെങ്കിൽ വെള്ളയിലും കുഴപ്പമില്ല, ചുവന്നതായി നന്നായി അതിൽ ഈ മന്ത്രം 21 തവണക്ക് ജപിച്ചിട്ട് ഊതി അതിൽ സാധ്യനാമൊക്കെ ജപിച്ചിട്ട് കെട്ടാൻ കൊടുക്കാം. അതേപോലെ തന്നെ അത് ഒഴിഞ്ഞ് ദോഷങ്ങൾ തീരാനാണ് എന്നുള്ളതെങ്കിൽ ഞാൻ പറഞ്ഞു നാളികേരത്തിൽ തിരി വെച്ച് കത്തിച്ച് വെച്ചിട്ടാക്കാമെന്ന് പറഞ്ഞു. അതല്ല നാട്ടില വാട്ടിയിട്ട് അതിൽ ചക്രം പോലെ വെട്ടി അതിൽ അരിനെല്ല്, തുളസി പറ്റില്ല, തെച്ചി അല്ലെങ്കിൽ ചെമ്പരത്തി, കുങ്കുമത്തിൻ്റെ ഒക്കെ പൂവിട്ടിട്ട് അതിൻ്റെ മീതെ തിരി കത്തിച്ച് വെച്ചതിന് ശേഷം അതിങ്ങനെ ഒഴിഞ്ഞിട്ടും ഈ മന്ത്രം ഉപയോഗിക്കാം. അങ്ങനെ ഈ മന്ത്രം ഉപയോഗിച്ചിട്ട് അവരെ ആവാഹിച്ച് മാറ്റാം. അങ്ങനെ ആ കർമ്മങ്ങളെ ചെയ്തതിനെ ആവാഹിക്കുമ്പോൾ ഈ ലഗ്ന ശരീരത്തോടുകൂടി ഉപദ്രവിച്ചു വരുന്നതായ യാതൊരു ശത്രു ക്ഷുദ്രാഭിചാര മാരണബാധകളും, യാതൊരു വനോബാധകളും, യാതൊരു ബീജബാധകളും, യാതൊരു സ്ഥലദേവത ബാധകളും, യാതൊരു യക്ഷി ഗന്ധർവാദി ബാധകളും ഇന്നു മുതൽ ഈ ലഗ്ന ശരീരത്തിലോ കുടുംബത്തിലോ ബാധിച്ച് ഉപദ്രവിച്ചു പോകരുത്. സമ്പ്രദായത്താണ് ഗുരുവാണ സത്യം ഫലിക്ക മന്ത്രം ഫലിക്ക ഗുരു ഹോം ഫഡ് സ്വാഹ എന്ന് പറഞ്ഞിട്ട് ആ ഗുരുമുത്തച്ഛന്മാരെ ആരാ ചെയ്യേണ്ടതിൽ അവരുടെ ധർമ്മദൈവാദികളെയും ഗുരുമുത്തച്ഛന്മാരെയും മനസ്സറിഞ്ഞ് പ്രാർത്ഥിക്കുക. തട്ടകത്തമ്മേനും കൊടുങ്ങല്ലൂരമ്മ ഭഗവതീനും കൃത്യമായിട്ട് പ്രാർത്ഥിക്കുക. എന്നിട്ട് വേണത് ചെയ്യാനായിട്ട്. അപ്പോൾ ഇതിങ്ങനെ ചെയ്യുന്ന ആളുകളുണ്ട് വെച്ചെങ്കിൽ കർമ്മികൾക്ക് ഇത് പറഞ്ഞു കൊടുക്കണ്ട. അവർക്ക് ഇതിന് നന്നായിട്ടൊക്കെ നല്ല മന്ത്രങ്ങൾ അറിയാം, ഒക്കെ അറിയാം. പക്ഷെ ഇത് അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ്. അപ്പോൾ അറിയാത്തവർക്ക് വേണ്ടി പറയുമ്പോൾ അവരുടെ ദൈവങ്ങളെ, ധർമ്മദൈവങ്ങളെ വെച്ച് പൂജിക്കുന്ന ആളുകളായിരിക്കണം ഇത് ചെയ്യേണ്ടത്. കാരണം എന്ന് പറഞ്ഞാൽ ധർമ്മദൈവങ്ങൾ അനുഗ്രഹം ഇല്ലെങ്കിൽ വെറും ചെയ്ത്താവും, അതിനുള്ള പരിഹാരമൊന്നും ആവില്ല. അപ്പോൾ ധർമ്മദൈവാദികളെ അച്ഛനും മുത്തച്ഛനും ധർമ്മദൈവാദികളും അഴൽ പാരമ്പര്യം എന്ന് പറഞ്ഞ പ്രകാരത്തിലെ അവരേനെ നിത്യം വെച്ച് ആരാധിക്കുന്ന വ്യക്തികളാണെങ്കിൽ അവർക്കൊരു ദൈവികമായിട്ടുള്ളതായൊരു ചൈതന്യം അവരിൽ ഉണ്ടായിരിക്കും. അപ്പോൾ നിത്യനേരം 2 നേരം കുളിപ്പിക്കുക, ദൈവങ്ങളെ അല്ലെങ്കിൽ ഒരു നേരം കുളിപ്പിക്കുക, 2 നേരം വെളുക്ക് വയ്ക്കുക, നിവേദ്യം വയ്ക്കുക. അങ്ങനെ അതൊരു ചിട്ടയായിട്ട് പോകുന്ന ആളുകളാണ് വെച്ചെങ്കിൽ ആ ദൈവിക ശക്തി ആ വ്യക്തികളിൽ ഉണ്ടായിരിക്കും. അപ്പോൾ അവർക്ക് ഇതേപോലെ തന്നെ എന്തെങ്കിലും ദുരിതങ്ങളൊക്കെ ഒന്ന് മാറ്റണമെങ്കിൽ അത് സ്വന്തം കർമ്മത്തിനായാലും ശരി, കുടുംബത്തായാലും ശരി, അത് കൃത്യമായിട്ട് ചെയ്യുന്നതിന് ഫലം ഉണ്ടായിരിക്കും. അല്ലാത്തവർക്ക് ചിലപ്പോൾ അത് ബുദ്ധിമുട്ടാവും. ഞാൻ എപ്പോഴും പറയുന്ന കാര്യമാണ്, കർമ്മി അല്ലാത്തൊരാൾ മറ്റൊരാളുടെ വീട്ടിലെ ദുരിതത്തിന് വേണ്ടിയിട്ട് ഇങ്ങനെ കർമ്മം ചെയ്ത് നീക്കാമെന്ന് വ്യാമോഹിക്കരുത്. കാരണം എന്താ വെച്ചാൽ അവരുടെ ഒരുപാട് ദുരിതങ്ങളുണ്ടാകുക. അപ്പോൾ ആ ദുരിതങ്ങൾ നമ്മുടേതായ ശക്തി കൊണ്ട്, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ധർമ്മദൈവാദികളുടെ അനുഗ്രഹങ്ങളില്ലെങ്കിൽ ഈ പിടിക്കുന്നത് ചിലപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒപ്പം ചിലപ്പോൾ വന്നിരിക്കാം, അല്ലെങ്കിൽ എതിർ ഭാഗം അല്ലെങ്കിൽ കുറച്ചെങ്കിലും വന്നിരിക്കാം. പക്ഷെ അത് നമ്മുടെ ദൈവങ്ങളിൽ നിന്ന്, നമ്മുടെ ശരീരത്തിൽ നിന്ന്, കുടുംബത്തിൽ നിന്ന് വിട്ടുപോകാത്തൊരവസ്ഥ വന്നു കഴിഞ്ഞാൽ അത് വലിയ ബുദ്ധിമുട്ടിലേക്ക് വരിക. അപ്പോൾ അതുകൊണ്ട് ധർമ്മദൈവാദികൾ തന്നെ വെച്ച് പൂജിക്കുന്ന
പ്രത്യേകിച്ച് അവരുടെ കുടുംബദൈവത്തിനെ കുലദൈവത്തിനെ പൂജിക്കുന്ന അല്ലെങ്കിൽ കർമ്മികളായാലും കുഴപ്പമില്ല, ഇങ്ങനെ ചെയ്യുന്ന യാതൊരു തെറ്റില്ല. ഇത്തരം കർമ്മങ്ങളൊക്കെ ചെയ്യുമ്പോൾ അത് നമ്മളെ ഓർക്കുക, എല്ലാവർക്കും നന്മകൾ വരട്ടെ, ചെയ്യുന്ന കർമ്മം കൃത്യമായിട്ട് വിജയിക്കട്ടെ. അപ്പം ഇങ്ങനെ പൂജിക്കുന്ന ആളുകൾ, ധർമ്മദൈവങ്ങളെ വെച്ച് പൂജിക്കുന്ന ആളുകളാണെങ്കിൽ അവർക്ക് അവരുടേതായ ധർമ്മദൈവങ്ങളുടെ അവരുടേതായ ദൈവത്തിൻ്റെതായ മൂലമന്ത്രങ്ങളോ, അപ്പോൾ ദേവിയാണോ ദേവനാണോ ആരാണെങ്കിലും അവരുടെ മൂലമന്ത്രമൊക്കെ ജപിച്ചിട്ടോ കർമ്മം ചെയ്യുക. ഇനിയിപ്പോൾ മൂലമന്ത്രം അറിയില്ല വെച്ചെങ്കിൽ തന്നെ അവരുടെ ആ ദൈവം ഏതാ ആ ദൈവത്തിനെ സ്മരിച്ചുകൊണ്ട് കർമ്മങ്ങൾ ചെയ്യാറുണ്ട്. അവർക്ക് പഞ്ചാർച്ചന ചെയ്യാറുണ്ട്. പഞ്ചാർച്ചന എന്ന് പറഞ്ഞാൽ ജലഗന്ധ പുഷ്പ ധൂപദീപം. അപ്പോൾ ജലം അത് തീർത്ഥമാക്കുക, പുണ്യാഹക്കുക, അത് ജലം, അതേപോലെ തന്നെ ഗന്ധം എന്ന് പറഞ്ഞാൽ കളഭം അല്ലെങ്കിൽ ചന്ദനം, പുഷ്പം തെച്ചി തുളസി അവരെ എന്ത് വേണമെങ്കിൽ ആവാം, ധൂപം എന്ന് പറഞ്ഞാൽ ചന്ദനത്തിൽ കത്തിച്ചാലും ആകാം, അതേപോലെ തന്നെ ദീപം തിരി കത്തിച്ച് വെച്ചിട്ട് കുടിവിളക്കിൽ. അപ്പോൾ ഇങ്ങനെയൊക്കെ പൂജിച്ചിട്ട് വേണം ആ ഒരു ദൈവികമായിട്ടുള്ള പരിവേഷത്തോടു കൂടി അല്ലെങ്കിൽ ശക്തിയോട് കൂടിയിട്ട് വേണം നമുക്കിങ്ങനെ കർമ്മങ്ങളൊക്കെ ചെയ്യണമെങ്കിൽ. അപ്പോൾ നിത്യം കർമ്മം ചെയ്യുന്ന ആളുകളാണെങ്കിൽ കുഴപ്പമില്ല. അപ്പോൾ ഈ ദേവതേനെ വിചാരിച്ചിട്ടില്ലെങ്കിലും അവരുടെ സ്ഥാനത്ത്, ആ ദൈവസ്ഥാനത്ത് കൃത്യമായിട്ട് വിളക്ക് വയ്ക്കുക, ആരാധിക്കുക. അത് കഴിഞ്ഞതിന് ശേഷം അവരുടെ ധർമ്മദൈവങ്ങൾക്ക് ഇങ്ങനെയൊക്കെ ആവാഹിച്ച് മാറ്റിയെന്ന് വിചാരിക്കുക. ഇപ്പം എന്തെങ്കിലും ദുരിതങ്ങൾ വരികയാണെന്ന് വെച്ചെങ്കിൽ അതിനനുസരിച്ച് അവിടെയും ഇതേപോലെ തന്നെ ദൈവങ്ങളതിനും ഒഴിഞ്ഞ് മാത്രം കളയാം. അതേപോലെ തന്നെ അവിടെ തട്ടകത്ത് ദേവിക്ക് ഇവരുടെ പേരിൽ ഒരു അർച്ചന ചെയ്യാം. ആ കൂടുതൽ ദുരിതങ്ങളുള്ളൊരു വ്യക്തിയാണെന്ന് വെച്ചെങ്കിൽ, പ്രേതദോഷങ്ങളൊക്കെ ഉള്ള വ്യക്തിയാണെന്ന് വെച്ചെങ്കിൽ അതിനെയാണ് നമ്മളിങ്ങനെ ചെയ്ത് വെച്ചെങ്കിൽ അപ്പോൾ അതിൻ്റെ വിഷമങ്ങളുണ്ടാവാൻ സാധ്യതയുണ്ട്. അപ്പോൾ ശിവൻ്റെ ക്ഷേത്രത്തിൽ പിൻവിളക്ക് ധാരപുഷ്പാഞ്ജലി, ബ്രഹ്മരക്ഷസിന് പത്മം വിട്ട് പായസം കഴിക്കാൻ കൊടുക്കുക. അപ്പോൾ ഇങ്ങനെ ചെയ്യുമ്പോൾ കുറേ മാറ്റങ്ങളുണ്ടായിരിക്കും. ആ വ്യക്തിക്ക് എന്താണ് ചെയ്യുന്നത് അതിലും ഒതുങ്ങാത്ത സംഭവമാണെന്ന് വെച്ചാൽ കൃത്യമായിട്ട് ജ്യോത്സ്യനെ കണ്ട് ആ കാര്യങ്ങളൊക്കെ ജ്യോത്സ്യനെ കണ്ടിട്ട് നോക്കിയറിഞ്ഞ് അതിൻ്റെ കാര്യങ്ങൾ ചെയ്യാനുള്ള ശ്രമങ്ങൾ നടത്തുക. അപ്പോൾ ഇങ്ങനെ ചെയ്യുന്ന എല്ലാവർക്കും ഈ ഭഗവാന്റെ പ്രത്യേകിച്ചെന്ന് പറഞ്ഞാൽ പഞ്ചമി ആ ദേവിയുടേതായ അനുഗ്രഹം ഉണ്ടാവട്ടെ. ഏത് ദേവിയായാലും ദേവനായാലും ശരി, അവരെ നമ്മൾ വിളിക്കുമ്പോഴാണ് അവർക്ക് ഉള്ളൊരു കർമ്മം ഉണ്ടാവേണ്ടത്. അപ്പോൾ ഈ ദേവിക്കും അതേപോലെ കർമ്മം ഉണ്ടാവാനായിട്ട് അവർക്ക് കർമ്മം എന്ന് പറഞ്ഞാൽ നമ്മൾ വിളക്ക് വയ്ക്കുക, അവരൊന്ന് പ്രാർത്ഥിക്കുക. കർമ്മം ചെയ്യുന്ന സമയത്ത് ഒരു നിവേദ്യം കൂടി വയ്ക്കുകയാണെങ്കിൽ വളരെ നന്നായി. ആ ദേവിക്കൊരു നിവേദ്യം വെച്ചിട്ടാണ് നമ്മളിങ്ങനെ ചെയ്യണമെന്ന് വെച്ചെങ്കിൽ അപ്പോൾ ആ ചെയ്യുന്ന കാര്യത്തിന് കൃത്യമായിട്ട് കുറേ മാറ്റങ്ങളുണ്ടാകും. അപ്പോൾ ഇത് നിങ്ങളിങ്ങനെ ചെയ്യുന്ന ഏതൊരു വ്യക്തികളായാലും ശരി, ഏതൊരു കർമ്മികളായാലും ശരി, നിങ്ങൾക്ക് ദൈവാനുഗ്രഹത്തോടു കൂടി നന്മകളുണ്ടാകട്ടെ. എൻ്റെ ഈ വാക്കുകൾ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നന്ദി.